ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലവലോലിക്ക ലൂബിക്ക എന്നൊക്കെ പറയുന്ന ഈ സാധനം കൊണ്ടൊന്ന് വൈൻ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് കഴുകി എടുത്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടത് ഒരു 3-4 അല്ലി പട്ട, ഗ്രാമ്പു, ഒരു ചെറിയ പീസ് തക്കോലം, പിന്നെ ഏലക്ക. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ള സ്പൈസസ്. പിന്നെ ഒരു കിഴിയിൽ ഗോതമ്പ് നുറുക്ക്. ഇത്രയും സംഭവങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നമുക്ക് ആ ഒരു ലവലോലിക്ക നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. അപ്പോൾ കുറച്ച് ഒന്ന് വെന്ത് വന്നിട്ട് ഉണ്ട്. അത് ഞാൻ തണുപ്പിച്ചതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര അതിലേക്ക് ചേർക്കാം. ആദ്യം ഞാനൊരു 2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ എടുക്കുന്ന പാത്രങ്ങളെല്ലാം വെള്ളം ഒന്നുമില്ലാത്ത നല്ല ക്ലീനായിട്ടുള്ള വെസൽസ് വേണം നമ്മളെടുക്കാൻ. ഒന്നിലും ജലാംശം പാടില്ല. അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ള എടുത്തു വെച്ച സ്പൈസസ് എല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനൊരു തടി എടുത്ത കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ നീറ്റായിട്ട് ക്ലീൻ ആക്കി വെച്ചിരിക്കണം. ഒന്നിലും വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും പാടില്ല. അപ്പോൾ ഇതെല്ലാം എടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. നമുക്ക് പിന്നീട് ഇത് എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരു 2 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഇത് എങ്ങനെ ഉണ്ടായി വരും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. എങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഉണ്ടാക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി കിഴി കെട്ടി വെക്കുകയാണ്. എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മളിത് ഒരു കുറച്ച് ദിവസം അനങ്ങാതെ ഏതെങ്കിലും ഒരു ഇരുട്ട് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഞാനിത് 5-ാമത്തെ ദിവസമാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ 5-ാമത്തെ ദിവസം നമുക്ക് നന്നായിട്ട് അത് പുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഒന്ന് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിനി ബാലൻസ് ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് ഉണ്ട്. അപ്പോൾ ഇനി അഡീഷണൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ സ്പൈസസൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഞാനിത് വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട്. വീണ്ടും എയർ ടൈറ്റ് ആയിട്ടുള്ള കെട്ടി ഇരുട്ടത്ത് തന്നെ വെക്കാൻ നോക്കുക. അതായത് നമ്മൾ ഒരുപാട് സൺലൈറ്റ് ഉള്ളാത്ത സ്ഥലത്ത് കൊണ്ട് വെക്കുക. അപ്പോൾ ഇത് ഞാനൊരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ അരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്താ നല്ലൊരു കളർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുണ്ടായുള്ളൂ. അപ്പോൾ ഞാനതൊരു ചെറിയ ബോട്ടിലേക്ക് മാറ്റി. അപ്പോൾ ഇത് എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇരിക്കും തോറും ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു 10-15 ദിവസമായി. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ ലൈറ്റായിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഇനിയും നല്ല ലൈറ്റായിട്ട് വരും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ലവലോലിക്കോ ലുബിക്കോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.